സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. പാമ്പ് കടിയേറ്റ് 8 വയസ്സുള്ള കുട്ടി തിരുവനന്തപുരത്ത് ഇന്ന് മരിച്ചതിന് പിന്നാലെ കായംകുളത്ത് പാമ്പ് കടിയേറ്റ് വീട്ടമ്മയും മരിച്ചു. ചേരാവള്ളി സ്വദേശിനിയായ 42 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വർക്കലയിൽ ആശാപ്രവർത്തകയ്ക്കും പാമ്പ് കടിയേറ്റു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് എസ് ശാലിനി ചേരുകയാണ്. ശാലിനി പറയൂ. ശ്യാമ, ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞു കുട്ടിയുടെ മരണം കേട്ടുകൊണ്ടാണ് തലസ്ഥാനം ഉണർന്നത്. അതും പാമ്പ് കടിയേറ്റുള്ള മരണമാണ് ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 പേരെ കൂടി പാമ്പ് കടിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒന്ന് ചിറയൻകീഴാണ്. ചിറയൻകീഴിൽ അല്പസമയം മുമ്പാണ് ആശാ വർക്കറെ പാമ്പ് കടിച്ചത്. അതായത് ആശാ വർക്കർ ആയിട്ടുള്ള ഷംനയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരിടത്ത് കൂടി, അതായത് വേങ്കോട് സ്വദേശിയായിട്ടുള്ള ദുർഗ 18 വയസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനിയെ കൂടി ഇന്ന് വൈകിട്ടോടുകൂടി പാമ്പ് കടിച്ചു. വിദ്യാർത്ഥിനി അവരുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് ഇടറോഡിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. വേങ്ങോട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ദുർഗയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കായംകുളത്ത് നിന്ന് വീണ്ടും ഒരു മരണ വാർത്ത പാമ്പുകടിയേറ്റതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. വീട്ടമ്മയാണ് പാമ്പുകടിയേറ്റ് മരിച്ചിട്ടുള്ളത്. വീടിന് സമീപത്ത് വെച്ച് പാമ്പുകടിയേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചേരാവള്ളി സ്വദേശി സെലീനയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കായംകുളത്ത് നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ 2 ദിവസത്തിനിടെ ഇപ്പോൾ 3 മരണമാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആശങ്ക വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഈർപ്പമുള്ള ഇടങ്ങളും തണൽ നോക്കിയും ഒക്കെ പാമ്പുകൾ എത്തുന്ന ഒരു സാഹചര്യം. മിക്കയിടങ്ങളിലും വീടിന്റെ പരിസരത്ത് നിന്നാണ് ഈ പാമ്പുകൾ വലിയ രീതിയിലുള്ള പ്രശ്നക്കാരായി മാറുന്നത്. ഇപ്പോൾ മരണത്തിലടക്കം ആളുകളെ തള്ളിവിടുന്നതും അത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാടുമൂടിയ പ്രദേശങ്ങൾ ശുദ്ധീകരിക്കുക, ഒപ്പം തന്നെ വീടുകൾ കിടക്കുന്നതിന് മുൻപൊക്കെ തന്നെ കിടക്ക അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക എന്നുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ വീട്ടിൽ നിന്ന് വീണ്ടും 4ഓളം പാമ്പുകളെ കണ്ടൊരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ഭരണകൂടങ്ങളൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ ആളുകൾക്കായി നൽകുകയാണ്. എന്തായാലും ഈർപ്പമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പാമ്പുകൾ ഈ ചൂടുകാലത്ത് എത്തുമെന്നുള്ളത് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഒപ്പം തന്നെ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് ആളുകൾ പ്രത്യേകിച്ച് പരിശോധനകളും കാര്യമായി തന്നെ പരിശോധനകൾ നടത്തണം. കൂടാതെ തന്നെ സ്വകാര്യമായിട്ടുള്ള ചികിത്സകളൊന്നും തന്നെ നടത്തരുത്. പാമ്പുകടി ഏറ്റാൽ ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശുപത്രികളിലോ വിദഗ്ധ ചികിത്സ നേടണം. സ്വയം ചികിത്സയ്ക്ക് ആരും നിൽക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ വരികയാണ്. ശ്യാമ, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.